അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഉംറകളൊക്കെ ഷെഡ്യൂളുള്ളത് കുറേയൊക്കെ തീർത്തു. ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെ 20-ലേറെ ഉംറകൾ നിർവഹിച്ചവരുണ്ട്. ഗ്രൂപ്പിൻ്റെ കീഴിൽ 6 ഉംറയാണ് കമ്പനി നൽകുന്നത്. പൊതുവെ ഉംറ എത്രയും അധികരിപ്പിക്കൽ ഒരേ ദിവസത്തിലാണെങ്കിലും സുന്നത്താണ്, കറാഹത്തില്ല എന്നാണല്ലോ ഷാഫി മദ്ഹബ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹും ആയിഷ റളിയല്ലാഹു തആല അൻഹായും ഒക്കെ ഉംറകൾ വർദ്ധിപ്പിച്ചിരുന്നു എന്നും അതുകൊണ്ട് തന്നെ സാധിക്കുന്ന വിധം ഉംറകൾ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് ഷാഫി മദ്ഹബിൽ എന്ന് ഷർവാനി 4-ാം വാള്യം 37-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ വർദ്ധിപ്പിക്കൽ കറാഹത്താണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. ഏതായാലും ഉംറയൊക്കെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ ഹറമിലേക്ക് പുറപ്പെട്ടു. അവിടെ കുറച്ചൊക്കെ പരിചയപ്പെടുത്താലോ എന്നുള്ള നിലക്ക് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പരിചയപ്പെട്ടത് ബഹുമാനപ്പെട്ട കഅബയെ കുറിച്ച് തന്നെയാണ്. റഹ്മാന റബ്ബ് സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറാമിന്റെ നേരെ കഅബയുടെ നേരെ മുകളിലായി എല്ലാ ആകാശങ്ങളിലും ഓരോ പ്രത്യേകമായ ഭവനങ്ങളെ അല്ലാഹു തആല നിർമ്മിച്ചിട്ടുണ്ടെന്നും ബൈത്തുൽ മഅമൂർ അൽ-അറാഹ് എന്ന് പറയുന്ന ഏഴാനാകാശത്തുള്ള ആ പള്ളിയുടെ കീഴെയാണ് ബാക്കിയെല്ലാം നിർമ്മിക്കപ്പെട്ടത് എന്നും കാണുന്നുണ്ട്. അല്ലാഹു തആല ഭൂമിയെ തന്നെ പടക്കുന്നതിന് മുമ്പ് 2000 കൊല്ലം മുമ്പ് പരിശുദ്ധമായ കഅബയുടെ സ്ഥലം പടച്ചിരുന്നു എന്ന് ഇസ്ബുനു ജമാ തന്റെ ഹിദായ എന്ന കിതാബിൽ 168-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. കഅബ വളരെ പരിശുദ്ധമാണ്. അതിങ്ങനെ നോക്കിയിരിക്കൽ പോലും സുന്നത്താണ്. അതുകൊണ്ടാണ് കഅബ, ഉമ്മായുടെ മുഖം, ഉഖ്റവിയായ പണ്ഡിതന്റെ മുഖം, അർത്ഥം തിരിഞ്ഞാലും മോദിയില്ലെങ്കിലും തിരിഞ്ഞില്ലെങ്കിലും ഒക്കെ ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കൽ, ഇതൊക്കെ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം. പക്ഷെ കഅബയുടെ മുമ്പിൽ നിസ്കരിക്കുമ്പം കഅബ നോക്കരുത്. ഇരുട്ടിലാണെങ്കിലും കഅബന്റെ മുമ്പിലാണെങ്കിലും മയ്യിത്ത് നിസ്കാരത്തിലാണെങ്കിലും അന്ധനാണെങ്കിൽ പോലും സുജൂദിന്റെ സ്ഥലത്തിലേക്ക് നോക്കൽ തന്നെയാണ് സുന്നത്ത് എന്ന് ഫത്ഹുൽ മുഈൻ 77-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പരിശുദ്ധമായ കഅബ കാണുമ്പം പ്രത്യേകമായ ദുആ സുന്നത്തുണ്ട്. ആ ദുആക്ക് വലിയ മെച്ചമുണ്ട് എന്നൊക്കെ ബഹുമാനപ്പെട്ട തുഹഫ 467-ാമത്തെ പേജിൽ കാണാം. ഒരൽപ്പം കഅബനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കഅബനെ കുറിച്ച് വിശദീകരണം അറിയണമെങ്കിൽ മിർഖാത്തുൽ മഫാത്തിഹ് 2-ാം വാള്യം 166-ാമത്തെ പേജിൽ നോക്കിയാൽ വളരെ വ്യക്തമായ ഇതിന്റെ ചരിത്രങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കഅബയെ ആദം നബിയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് മലായിക്കത്ത് സൃഷ്ടിച്ചു. മലായിക്കത്ത് തന്നെ പടച്ചു. മലായിക്കത്താണ് അതിന് ആദ്യമായി നിർമ്മിച്ചത് അള്ളാന്റെ കൽപ്പന പ്രകാരം. ശേഷം ആദം നബി അലൈഹി സ്വലാമും, ശേഷം ശീശ അലൈഹി സ്വലാമും, ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാമും, ശേഷം അമാലിഖത്തും, ശേഷം ജുർഹുമും, ശേഷം ഖുസയും, ശേഷം ഖുറൈഷും, ശേഷം അബ്ദുല്ലാഹിബ്നു സുബൈറും, ശേഷം ഹജ്ജാജ് ബിൻ യൂസുഫും. ഇതുപോലെ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ നിർമ്മിതിയിലാണ് ഇന്ന് കഅബയുള്ളത്. ഇതെല്ലാം ഒരല്പം, അധികം സമയം കിട്ടൂല, ഞങ്ങളതൊക്കെ പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ട കഅബ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീസിൽ കാണാം അവസാനം ഈ കഅബയെ പൊളിക്കപ്പെടുമെന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായി ഈ കാര്യം ഉണർത്തിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞു പോകും, ഓരോ കല്ല് കല്ലായി അതിനെ അവിടുന്ന് എടുത്തുയർത്തപ്പെടുമെന്നൊക്കെ ബഹുമാനപ്പെട്ട ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന് 95 ബാദിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. 1-ാം നമ്പർ മലിക്കു അബ്ദുൽ അസീസ് ഡോർ, അതൊക്കെ ഇന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡോറുകൾ എത്രയോ കൂട്ടി, ഇപ്പോൾ കണക്ക് പ്രകാരമൊന്നും അല്ല. 93 ബഹുമാനപ്പെട്ട ഫഹദ് രാജാവിൻ്റെ പേരിലുള്ളതാണ്. 93, 94, 95 ഒക്കെ 9 മിനാരമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 90 മീറ്ററോളമാണ് ഓരോ മിനാരത്തിൻ്റെയും ഉയരം. പ്രത്യേകം ശ്രദ്ധിക്കണം, കഅബനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഷാദർ വാൻ ദാലിന് ഫത്ഹാണ്. ബഹുമാനപ്പെട്ട ഫിഖിലെ ജമൽ 2-ാം വാള്യം 430-ലും ഈയാനത്ത് 2-ാം വാള്യം 297-ലും ഷാദർ വാൻ എന്ന് ദാലിന് ഫത്ഹായി ലബുത്ത് ചെയ്തിട്ടുണ്ട്. അതായത് കഅബയുടെ തറയിൽ നിന്ന് ഒരൽപ്പം വാങ്ങിപ്പെടുത്ത സ്ഥലം, അതിൻ്റെ പുറത്ത് തവാഫ് ചെയ്യുന്നവന്റെ വസ്ത്രങ്ങളും ശരീരങ്ങളും പുറത്താകണം, ഉള്ളിലാകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ബഹുമാനപ്പെട്ട തുഹഫയിൽ കാണാം. കഅബക്ക് 4 മൂലയാണല്ലോ. തെക്കേ കിഴക്കേ മൂലക്ക് ഹജറുൽ അസ്വദ്, അടുത്ത മൂലയാണ് റുക്ന് ഇറാഖി, ശേഷം റുക്ന് ഷമാലി അതായത് റുക്ന് ഷാമി, തെക്കേ പടിഞ്ഞാറേ മൂല റുക്ന് യമാനി. 15 മീറ്ററാണ് കഅബയുടെ ഉയരമുള്ളത്. അതിനേക്കാളും കുറവാണ്, ഒരു 13-14 മീറ്ററിൻ്റെ അടുത്താണ് നീളവും വീതിയും. ഏതായാലും ആ കഅബനെ കുറിച്ച് ഒരല്പമൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മഖാമ് വളരെ അടുത്തായിരുന്നു. നബി തങ്ങളോ അല്ലെങ്കിൽ ഉമർ ഖത്താബോ ഒരല്പം ദൂരത്തേക്ക് അതിനെ നീട്ടിയതാണ് എന്നും പറഞ്ഞു. ഒരു 30 മീറ്റർ അതുപോലെ തന്നെ തൊട്ടടുത്ത്
ബഹുമാനപ്പെട്ട കിസ്വത്തുൽ കഅബനെ കുറിച്ച് ഒരല്പം പറഞ്ഞു. കിസ്വത്തുൽ കഅബ ആദ്യമായിട്ട് കഅബക്ക് മൂടുപടം അണിഞ്ഞത് തുബ്ബ രാജാവായ ഹിംഹറിന്റെ രാജാവാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഒരു വിരി തൂക്കിയിരുന്നു, പക്ഷെ അത് പൂർണ്ണമായിരുന്നില്ല എന്ന് കാണുന്നുണ്ട്. അതിന്റെ ശേഷം ജുർഹുമും പല രാജാക്കന്മാരും മൂടുപടങ്ങളും കിസ്വകളും തൂക്കിയതായി ചരിത്രത്തിൽ കാണാം. ആദ്യം കറുപ്പ്, ചുവപ്പ്, വെള്ള, പച്ച, വരയുള്ളത്, വരയില്ലാത്തത്, വിവിധ വർണ്ണങ്ങളുള്ളത്, എഴുത്തുകളുള്ളത്, പല വിധമായി. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഖലീഫമാരായിരുന്ന കാലത്തൊക്കെ വിവിധങ്ങളായ കിസ്വകൾ കഅബയിൽ തൂക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ആദ്യമായി പട്ടുവസ്ത്രം കഅബയെ അണിയിച്ചത് മുആവിയ റളിയല്ലാഹു തആല അൻഹു ആണ്. അതിൻ്റെ വാതിലിനും അതുപോലെ തന്നെ കിസ്വയിലും അതിൻ്റെ ചുമരുകളിലുമൊക്കെ ആദ്യമായി സ്വർണം പൂശിയതും സ്വർണമുണ്ടാക്കിയതും സ്വർണ്ണ നൂലുകൾ അതിൽ കൂട്ടിയതും സ്വർണ്ണവാതിൽ നിർമ്മിച്ചതുമൊക്കെ അബ്ദുൽ മലിക് ഇബ്നു മർവാനാണ് ആദ്യം, അദ്ദേഹത്തിൻ്റെ മകൻ വലീദും. പക്ഷെ ഇന്നുള്ളതുപോലെ അത്ര വികസിപ്പിച്ചോ വിശാലമായോ ഇല്ലായിരുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ മീസാബ്, സ്വർണത്തിൻ്റെ പാത്തി വളരെ പ്രധാനമാണ്.